നമ്മൾ മതരാഷ്ട്രീയ ആളുകളുമായി സംവദിക്കാറുണ്ടല്ലോ. ഇത് നമ്മളുടെ വേദിയിൽ വെച്ച് തന്നെയാണ്. ഇതേ സംവാദങ്ങൾ മത കൂട്ടായ്മയുടെ വേദിയിൽ വെച്ച് നടത്തിയാൽ കുറച്ച് വിശ്വാസികളെ കൂടി ബോധം കൈവരില്ലേ? പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എങ്കിലും ഒരു ശ്രമം. 2, ഇന്ത്യൻ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുക എന്നത് മാത്രമാണ് ഒരു പൗരൻ്റെ കടമ. ജനാധിപത്യം പരിഷ്കരിക്കപ്പെടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് പ്രോഗ്രാം നടത്തുമോ? ജോർജ് സിറ്റി. ആദ്യത്തെ ചോദ്യം, മതവേദികളിൽ വെച്ച് സംവാദവും ഇൻട്രാക്ഷനും ഒക്കെ നടത്തിയാൽ കുറേ കൂടി ആളുകളിലേക്ക് അത് എത്തില്ലേ? നമ്മൾ തന്നെ പറഞ്ഞ് നമ്മളെ തന്നെ വീണ്ടും ഇങ്ങനെ ഒരേ സാധനമായിട്ട് വീണ്ടും വീണ്ടും അലക്കിക്കൊണ്ടിരുന്നാൽ കാര്യമുണ്ടോ? കുറേ കഴിയുമ്പോൾ ഒരു സാധനം എടുത്തിട്ട് വീണ്ടും വീണ്ടും അലക്കിയാൽ എന്ത് സംഭവിക്കും? അത് പിഞ്ഞിപ്പോവും, അതിൻ്റെ നൂൽബന്ധം ഇല്ലാതാവും, അങ്ങനെ കിളി പോയി പോവും. ചില മനുഷ്യർക്കൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതിന് പകരം നമ്മളിങ്ങനെ വളരെ നല്ല ആശയമാണ്, പക്ഷേ അതിൻ്റെ പ്രായോഗികത നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ടല്ല, നമ്മൾക്കതിന് താല്പര്യമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാധ്യതകൾ മറുവശത്ത് നിന്ന് വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. രണ്ടാമത്തത്, ജനാധിപത്യത്തെ പരിഷ്കരിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് പലപ്പോഴും ജനങ്ങൾക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ ഇനിഷ്യേറ്റീവ് ഉണ്ടാവേണ്ടത് പലപ്പോഴും അവരുടെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ജനാധിപത്യത്തിൽ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പാർലമെൻറ്റ് തന്നെയാണ്. അവരുടെ ശമ്പളം തൊട്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുന്നു, ഇതെല്ലാം അവർ ചെയ്യുന്നു. ജനങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യപരമായ രീതിയിൽ മെമ്പേഴ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്തുകൊണ്ട് ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇപ്പം വോട്ടിംഗ് മെഷീൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഈ VVPAT കൊണ്ടുവന്ന് എന്തിനാണെന്ന് എനിക്കറിയില്ല, 2013 കൊണ്ടുപോയി. ഈ VVPAT കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പറയുന്ന VVPAT എല്ലാം കൂടെ എണ്ണണമെന്നാണ് പറയുന്നത്. എങ്കിൽ പിന്നെ ആദ്യത്തെ ഈ മറ്റേത് കൊണ്ടുവന്ന് കിട്ടുന്ന ആ പരിപാടി പോരെ, അതാകുമ്പോൾ എണ്ണി എടുക്കാനേ എളുപ്പമോ. VVPAT ആവശ്യമില്ലെന്നാ എൻ്റെ അഭിപ്രായം. 2013 കൊണ്ടുവന്നൊരു സാധനമാണ്. നമസ്കാരം, ശ്രീ രവിചന്ദ്രൻ സർ. ആദ്യമായാണ് കാണുന്നത്, സന്തോഷം പങ്കുവെക്കുന്നു. സാറ് നമ്മുടെ നിലപാടുകളെക്കുറിച്ച് ആദ്യം മുതൽ കാണിച്ച സ്ലൈഡുകളിലെ കോളങ്ങളുണ്ടായ തീരുമാനങ്ങൾ, അതായത് നമ്മളൊരു പരിപൂർണ ലെഫ്റ്റിസ്റ്റ് ആയിരിക്കുകയും ഇസ്ലാമിനെ അനുകൂലിക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ എതിർക്കുകയും ചെയ്താൽ നമ്മളുടെ വീക്ഷണഗതികൾ മാറുന്നു എന്ന വാദഗതി ഉന്നയിക്കാൻ സാറ് കാണിച്ച ചാർട്ടുകളിലെ ഡിസിഷൻ മേക്കിങ് ആരാണ് നടത്തിയത്, ഏത് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നടത്തിയതെന്ന് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തേത്, ഇസ്ലാമിനെ എതിർക്കുകയും മുസ്ലിമിനെ സംരക്ഷിക്കുകയും അല്ലെങ്കിൽ ചേർത്ത് നിർത്തുകയും ചെയ്യുക എന്നൊരു നിലപാട് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലേക്ക് പക്ഷം പിടിക്കുന്നവർക്കുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമിനെയും ഒരുപോലെ വായിക്കുന്നതിൽ ചെറിയ അപാകതയില്ലേ? സോവിയറ്റ് യൂണിയന് ലോക രാജ്യങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഏഷ്യൻ യൂറോപ്യൻ മേഖലകളിൽ സ്വാധീനമുണ്ടായിരുന്ന സമയത്താണ് ലോകത്ത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇസ്ലാമിക തീവ്രവാദം നിലനിന്നിരുന്നത്. അതിനുശേഷം കോൾഡ് വാർ അവസാനിക്കുകയും സോവിയറ്റ് യൂണിയൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം ലോകത്ത് നഷ്ടപ്പെടുകയും ചെയ്തപ്പോഴല്ലേ ഈ ഇസ്ലാമിക തീവ്രവാദം ഇന്ന് കാണുന്ന വിധത്തിൽ ഭീകരരൂപം പ്രാപിച്ചത്. അതുകൊണ്ട് ഇടതുപക്ഷം ഇസ്ലാമിനെ ചേർത്ത് പിടിക്കുന്നതിൽ അല്ലെങ്കിൽ മുസ്ലിമിനെ ചേർത്ത് പിടിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ആദ്യത്തെ ചോദ്യം, ആരാണ് ഇങ്ങനെ പറയുന്നത്, ആരാണ് ഈ തീരുമാനം എടുക്കുന്നത്, ഈ വലതുപക്ഷം എന്നൊക്കെ? യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ബ്രാൻഡിങ് നടക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ആരാണ് നടത്തുന്നതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ തങ്ങൾ ഇടതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ തന്നെയാണ്. അവരിപ്പോൾ വലതുപക്ഷ നാസ്തികത എന്നൊക്കെ പറയുമ്പോൾ ആരാണ് തീരുമാനം എടുക്കുന്നത് വ്യക്തമല്ലേ? എന്തായാലും നമ്മളല്ല. യു ആർ കോൾഡ് സംതിങ് ആൻഡ് വേറൊരാളാണ് നിങ്ങൾ എങ്ങനെ വിളിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ വിശേഷിപ്പിക്കുന്നതെങ്കിൽ ആരാണ് വിളിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. അവരുടെയൊക്കെ പേര് പറയേണ്ട കാര്യമില്ല, ബട്ട് അങ്ങനെ ആളുകൾ വിളിക്കുന്നു, അവരങ്ങനെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അവർക്ക് അതിനുള്ള അവകാശമുണ്ടോ അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ അതുകൊണ്ട് ഇടതല്ലാതാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അങ്ങനെ ഇവിടുത്തെ ഒരു നെറേറ്റീവിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അത് യാഥാർത്ഥ്യമാണ് എന്നുള്ള അർത്ഥത്തിലല്ല. അതിനെ അഡ്രസ്സ് ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഓക്കെ, ഇതെന്താണ് വലത്, ഇതാണോ വലത് എന്താണ്, ഇടത് എന്താണെന്ന് ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ എസൻസിൻ്റെ പൊസിഷനും പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇസ്ലാമും മുസ്ലിമും രണ്ടായിട്ട് കാണുന്നു, ഇസ്ലാമിനെ എതിർക്കുന്നു, മുസ്ലിമിനെ ചേർത്ത് പിടിക്കുന്നു, ഇതാണ് ഇടതുപക്ഷം ചെയ്യുന്നത്. അതിലെന്താണ് തെറ്റ്? ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും രണ്ടായിട്ട് കാണുന്നത് ഇടതുപക്ഷ നിലപാട് തന്നെയാണ്. നമ്മളതാണ് സ്വീകരിക്കുന്നത്. നമ്മൾ പറയുന്നത്
ഈ ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ 2022 എസൻസിന്റെ ലിറ്റ്മസിന്റെ മുദ്രാവാക്യം ഇസ്ലാം ഈസ് ടോക്സിക്, മുസ്ലിംസ് ആർ ലവ്ലി എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരു ടോക്സിക് സോഫ്റ്റ്വെയർ ആണ്, ഒരു മാനവിക വിരുദ്ധമായിട്ടുള്ള ഒരു ആശയമാണ്, ഒരു വെനമസ് ആശയമാണ്. പക്ഷെ അതിൻ്റെ ഇരകളാണ് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങൾ മറ്റെല്ലാവരെയും പോലെ നമ്മളെല്ലാം ഒന്നാണ്, സഹോദരന്മാരാണ് അല്ലെ സഹോദരിമാരാണ്. അവിടെ ഒരു വേർതിരിവിൻ്റെ ആവശ്യമില്ല. പക്ഷെ അവരിൽ നിന്ന് ആ ഒരു സാധനം മാറിക്കഴിഞ്ഞാൽ സംതില്ലായി ഇതൊരു ചിപ്പ് പോലെയാണ്. ആ ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഐഡിയോളജിക്കലായിട്ട് മാത്രമേ ആ വ്യക്തിയിൽ നമ്മൾ വ്യതിയാനം വരുത്താൻ പരിഷ്കരണ സമ്മർദ്ദം എന്നാണ് ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നാച്ചുറൽ സെലക്ഷനിൽ ഒരു പദമുണ്ട്, സെലക്ഷൻ പ്രഷർ. അതാരും ഏർപ്പെടുത്തുന്നതല്ല, പല സെലക്ഷന്റെ പ്രഷർ വരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്നു. അതേപോലെ നമ്മളുടെ മാർഗം എന്താണ്? പരിഷ്കരണ സമ്മർദ്ദമാണ്. അതൊരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമാണ്. മാറാനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഓരോരോ ആശയങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അതവർ കേൾക്കണമെന്നില്ല. നമ്മൾ വയലൻസ് ഉപയോഗിക്കുന്നില്ല, നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. പരിഷ്കരണ സമ്മർദ്ദം ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ ആശയം അത് തന്നെയാണ്, ഇസ്ലാം ടോക്സിക്, മുസ്ലിംസ് ആർ ലവ്ലി. പക്ഷേ താങ്കൾ പറഞ്ഞതിനോട് എനിക്കൊരു മാന്യമായ വിയോജിപ്പുണ്ട്. ഈ ഇവിടുത്തെ സോക്കോളിലെ ഇടതുപക്ഷം അങ്ങനെ കരുതുന്നുണ്ടോ? അതായത് ഇസ്ലാം മോശമാണ്, മുസ്ലിങ്ങൾ നല്ലതാണ്. അങ്ങനെയല്ല അവർ കരുതുന്നത്. അവർ പറയുന്നത് ഇസ്ലാമും മുസ്ലിമും തമ്മിൽ വേർതിരിക്കാൻ കഴിയില്ല, ഇസ്ലാമിനെ എതിർക്കുമ്പോൾ നിങ്ങൾ മുസ്ലിമിനെ എതിർക്കുന്നു എന്നുള്ള ആശയമാണ് അവർ പറയുന്നത്, ഒളിഞ്ഞും തെളിഞ്ഞും. അവരങ്ങനെ പറയുന്നില്ല. പറയുന്നത് നമ്മളാണ്. നമ്മൾ പറയുന്നതിനെ അവർ താറടിച്ചിട്ട് പറയുന്നു അങ്ങനെയല്ല, നിങ്ങൾ മുസ്ലിം ആവണമെങ്കിൽ ഇസ്ലാം വേണം, ഇസ്ലാം ആണ് മുസ്ലിം, അപ്പോൾ ദർ ഇസ് നോ ഡിഫറൻസ്. ഈ ഡിഫറൻസിയേഷൻ അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിലുള്ള എല്ലാ പരിഷ്കരണ ശ്രമവും, അത് UCC ആയിക്കോട്ടെ, മുത്തലാഖ് ആയിക്കോട്ടെ, എല്ലാം തന്നെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു നീക്കം, ഒരു ജനതയ്ക്കെതിരെയുള്ള ആക്രമണം ഒക്കെ ആക്കിയിട്ട് അവർ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം തടയുന്നതായിട്ടാണ് കാണുന്നത്. അത് എതിർക്കപ്പെടേണ്ട കാര്യമാണ്. അങ്ങനെയല്ല. ഒരു സമൂഹത്തിൽ പരിഷ്കരണം വരണമെങ്കിൽ നിങ്ങൾ അതിനെ ഇങ്ങനെ പൂണ്ടടക്കം കയറി പിടിക്കരുത്. നിങ്ങൾ അതിനെ പൂണ്ടടക്കം പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഈവൻ നാച്ചുറലായിട്ട് ഉണ്ടാകേണ്ടുന്ന പോസിറ്റീവ് ചേഞ്ചുകൾ പോലും അവിടെ ഉണ്ടാവില്ല. ഇപ്പോ ഇസ്ലാമിൽ തന്നെ ഒരുപാട് പേര് മുത്തലാഖിനെതിരെ സംസാരിക്കുന്നവരുണ്ട്. സ്ത്രീകൾക്കൊക്കെ സ്വാഭാവികമായിട്ട് അത് അംഗീകരിക്കുന്നതായിരിക്കും. വേണ്ട നിങ്ങൾ അതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ റാലി നടത്തുന്നതൊക്കെ ശരിയാണോ? അവർക്ക് ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ സ്വത്തവകാശത്തിൽ തുല്യത വരും. പക്ഷേ മുസ്ലിം സ്ത്രീകളെ തന്നെ ബാനർ പിടിപ്പിച്ച് പ്രകടനം അതിനെതിരെ നടത്തിക്കുന്നത് ശരിയാണോ? ഞാൻ പറയുന്ന ഒരു സമൂഹം സ്വാഭാവികമായി തന്നെ പരിഷ്കരിക്കാനായിട്ടുള്ള ടെൻഡൻസിയാണ്. നിങ്ങൾ പരിഷ്കരിക്കുന്നത്, നിങ്ങൾ അവിടെ ഇരുന്നോ, ഞങ്ങൾ നോക്കിക്കോളാം. ഇത് ഭയങ്കര റിഗ്രസീവ് ആയിട്ടുള്ള സാധനമാണെന്നേ. അല്ലെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർ തന്നെ മാറും. എന്നിട്ട് അവരെ പറഞ്ഞു നോക്കുക, നിങ്ങൾക്കെതിരെയുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്, നിങ്ങളുടെ അസ്തിത്വം നിങ്ങളെ മാർജിനലൈസ് ചെയ്യാനാണ്. അവരിൽ സംശയം കുത്തിവെക്കുകയാണ്, അവരിൽ ആശങ്ക കുത്തിവെക്കുകയാണ്. നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാനാണ് ഞങ്ങൾ. ഇതൊരു ശരിയായ രീതിയല്ല. ആ സമൂഹത്തിന് മുറിവേൽക്കുന്നുണ്ടോ, ആ സമൂഹത്തിന് എന്തെങ്കിലും ന്യൂനത വരുന്നുണ്ടോ ഉണ്ടെങ്കിലൊക്കെ, ഇല്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങളിങ്ങനെ ഈ ഭീതിജനകമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർക്കുള്ള പുരോഗമന സാധ്യതകളെ കൂടി തടസ്സപ്പെടുത്തുന്നു. ഇപ്പൊ ഉദാഹരണമായിട്ട് നോക്കൂ, ഇസ്ലാമിലിപ്പോൾ ഉണ്ടായ ഒരു വലിയൊരു മാറ്റം കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ അവർ കൂടുതൽ വിദ്യാഭ്യാസത്തിലേക്ക് വരുന്നു. അവരിപ്പോ റാങ്ക് ഹോൾഡേഴ്സാണ്. ഇപ്പോൾ മെഡിസിൻ്റെ ആയാലും IAS ആയാലും ഒക്കെ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ട് വരുന്നു. ഇത് കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ ഒരു മാറ്റമാണ്. കാരണം എന്താണ്? ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്താനായിട്ട് ആ സമൂഹം വരികയാണ്. അവരെ അടച്ചിടുകയും മാറേണ്ടതില്ല, എങ്ങനെയാണോ പണ്ടുള്ളത് അതേപോലെ കിടന്നാൽ മതി, അത് എല്ലാ മാറ്റങ്ങളും നിങ്ങൾക്കെതിരെയുള്ള ഭീഷണികളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സമൂഹത്തിനെതിരെയുള്ള ഒരു അനീതിയാണ്. ആക്ച്വലി അവർ സ്നേഹിക്കുന്നു എന്ന ഭാഷയിൽ നക്കിക്കൊല്ലുകയാണ്. അവരുടെ നേട്ടത്തിലാണ് ഈ നക്കുന്നത്. അത് ശരിയല്ല. സ്വാഭാവികമായിട്ട് വിടും. നിങ്ങൾ ഒരു ബെനിഫിറ്റിനായിട്ട് ഇത്തരം സമൂഹങ്ങളുടെ മേളിൽ നിങ്ങളുടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ്, ദാറ്റ്സ് നോട്ട് ഗുഡ്. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷമല്ലേ ലോകമെമ്പാടും ഇസ്ലാമിക തീവ്രവാദം ഇതായത്? വസ്തുതാപരമായി അത് ശരിയായ കാര്യമാണ്. അതിനൊരു ചരിത്രം കൂടിയുണ്ട്. അതിന് കാരണക്കാരനായിട്ടുള്ളത് സോവിയറ്റ് യൂണിയൻ കൂടിയാണ്, സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് റെഷീം കൂടിയാണ്. ലെനിന്റെയും കാലത്ത് 1925 നിങ്ങൾ ഇപ്പോഴും അടിച്ചു നോക്കൂ, നിങ്ങൾ വിക്കിപീഡിയയിൽ പോയി അടിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കൂ, ഏതാണ്ട് 25,000 മോസ്കുകൾ സോവിയറ്റ് യൂണിയനിലുണ്ടായിരുന്നു. 15 റിപ്പബ്ലിക്സ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ 6 റിപ്പബ്ലിക്കുകൾ മുസ്ലിം ഭൂരിപക്ഷ റിപ്പബ്ലിക്കായിരുന്നു. കസാക്കിസ്ഥാൻ, ടർക്ക്മെനിസ്ഥാൻ, താജിക്കിസ്ഥാൻ, അസർബൈജാൻ, അതുൾപ്പെടെ 6 റിപ്പബ്ലിക്കുകൾ. ഈ 6 റിപ്പബ്ലിക്കുകൾ ബാക്കി 9 റിപ്പബ്ലിക്കുകളാണ്
അല്ലാതുള്ള ക്രിസ്ത്യൻ ഭൂരിപക്ഷ റിപ്പബ്ലിക്കിലുണ്ട്. 25,000 മോസ്കുകളാണ് 1920-കളിൽ റഷ്യയിലുണ്ടായിരുന്നത്, അല്ലെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. അത് 70 അവസാനമാകുമ്പോൾ 500 മോസ്കുകളിലേക്ക് പരിമിതപ്പെടുകയാണ്. മതത്തിനെതിരെ, മതസ്വാതന്ത്ര്യത്തിനെതിരെ വലിയ തോതിലുള്ള അടിച്ചമർത്തൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം അതാണ്, ഇപ്പോഴും അവിടെയുള്ള സമൂഹങ്ങൾ അങ്ങനെ അടിച്ചമർത്തി ഇല്ലാതാക്കിയ മതാത്മകത കാരണമാണ് ഈ മധ്യേഷ്യൻ റിപ്പബ്ലിക്കുള്ള താജിക്ക്, കസാക്ക്, ഉസ്ബെക്കിസ്ഥാൻ, ടർക്ക്മെനിസ്ഥാൻ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ റിലീജിയസിറ്റി കുറവാണ്. അവിടെ മതം വലിയൊരു കാര്യമായിട്ട് ഇപ്പോഴും അവർ കാണുന്നില്ല. അത് കമ്മ്യൂണിസത്തിലൂടെ അല്ലെങ്കിൽ എത്തിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് പാറ്റേണിലേക്ക് അവർ പോയി, ആ തലമുറ അതിൽ അങ്ങനെ ആയതാണ്. അതിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല. കാരണം നിങ്ങൾ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്നില്ല മതത്തെ, ഇവിടെ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്തിട്ട് ഇങ്ങനെ വാരി കൊടുക്കുകയാണ്. അതുകൊണ്ടൊരു മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ അതേസമയം ഒരു പ്രശ്നം ഉണ്ടായത്, ഈ സാധനം മതം നീക്കം ചെയ്യുകയായിരുന്നില്ല, മറിച്ച് അടിച്ചമർത്തുകയായിരുന്നു. അടിച്ചമർത്തുന്ന ഒരു സാധനത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പ്രിങ് പോലെയാണ്. ഈ കൈ വിടുമ്പോൾ സ്പ്രിങ് ഇങ്ങനെ വരും. ഇതൊരു സമൂഹത്തിന് മൊത്തത്തിൽ അങ്ങനെ ഒരു തിരിച്ചുവരവിനുള്ള ഒരു ഇൻഹറന്റ് ഫോഴ്സ് എല്ലാ ഈ നെഗറ്റീവ് ഫോഴ്സസിനും ഉണ്ട്. ഒരു മാഫിയ ആയിക്കോട്ടെ, ഒരു ക്രിമിനൽ സംഘം ആയിക്കോട്ടെ, ഒരു മതം ആയിക്കോട്ടെ, ഒരു അന്ധവിശ്വാസം ആയിക്കോട്ടെ, അതിന് തിരിച്ചു വരാൻ മനുഷ്യന്റെ ക്യൂരിയോസിറ്റിയും അവന്റെ റിവെഞ്ചും ഒക്കെ പ്രയോജനപ്പെടുത്തി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സോവിയറ്റ് യൂണിയനിൽ മതം തിരിച്ചു വരുന്നു. ഇത്ര ഭയങ്കരമായിട്ട് വന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. താങ്കൾ പറഞ്ഞതിനകത്ത് പോയിട്ടുണ്ട്. അപ്പോഴാണ് 1980 മുതൽ 89 വരെയുള്ള കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിൽ റഷ്യൻ ചെമ്പട ആധിപത്യം ചെലുത്തുന്നു. അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. നോക്കൂ, ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയെ വെടിവെച്ച് കൊന്നിട്ട് ചവിട്ടി വലിച്ചഴിച്ച് റോഡിൽ ഒരു ജീപ്പിന്റെ പുറകെ കെട്ടി വലിച്ചുകൊണ്ടുപോയി ഒരു വിളക്കുകാലിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് അതിനടുക്കാൻ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല അവിടെ. നജീബുള്ളയുടെ കഥയാണ് ഞാൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി, നിങ്ങളെപ്പോഴും മുസോളിനിയുടെ കാര്യമാണ്, ആ പടമാണ് പറയുന്നത്. പക്ഷെ അതിനേക്കാൾ എത്ര ഭീകരമായിട്ടുള്ള വീഡിയോ മുസോളിനിയുടെ വീഡിയോ നിങ്ങളുടെ കയ്യിലില്ലല്ലോ, നജീബിന്റെ വീഡിയോ ഉണ്ട്. അങ്ങനെയാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് അവസാനിച്ചത്. കാരണം സോവിയറ്റ് യൂണിയന്റെ ഒരു സാമ്രാജ്യത്വ മനോഭാവം. സോവിയറ്റ് യൂണിയൻ വലിയൊരു സാമ്രാജ്യമായിരുന്നു. പ്രാഗിലേക്ക് അവർ ഇരച്ചു കയറി, ഹംഗറിയിലേക്ക് ഇരച്ചു കയറി, എല്ലാ രാജ്യങ്ങളിലേക്കും സാറ്റലൈറ്റ് കൺട്രീസിൽ ഇരച്ചു കയറി. അമേരിക്കൻ സാമ്രാജ്യം എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാൾ എത്രയോ വലിയ സാമ്രാജ്യത്വം തന്നെയായിരുന്നു ഈ വാർസോ പാക്റ്റും സോവിയറ്റ് യൂണിയനും. അപ്പം അത് തിരിച്ചു വരാനൊരു കാരണം, അവർ തകർന്നു. അവർ പിടിച്ചു വെച്ചിരുന്ന ഒരു കാര്യം മതമായിരുന്നു. ആ മതം സ്വാഭാവികമായിട്ടും കൂടുതൽ ശക്തമായി. സോവിയറ്റ് യൂണിയൻ പോയി അമേരിക്കയിലേക്ക്. അമേരിക്കയും ഇസ്ലാമും സുഹൃത്തുക്കളായിരുന്നു, അവർ മിത്രങ്ങളായിരുന്നു, അവർ സോവിയറ്റ് യൂണിയനെതിരെയായിരുന്നു. പല കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെയും തകർക്കുന്നതിൽ, ഇൻക്ലൂഡിങ് റഷ്യൻ ചെമ്പടയെ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിക്കുന്ന ആരാണ്? അമേരിക്കയാണ്. അമേരിക്ക കൊടുക്കുന്ന സ്റ്റിങ്ങർ മിസൈൽ വെച്ചാണ് ഈ റഷ്യൻ വിമാനങ്ങളെല്ലാം അവർ വെടിവെച്ചിടുന്നത്, മിസൈൽ വെച്ച് തകർക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ ചെന്ന് കഴിഞ്ഞാലും ഓരോരോ ഗ്രാമങ്ങളിൽ റഷ്യൻ വിമാനങ്ങളെ കാണാൻ കഴിയും. അവരെടുത്ത് വെച്ചിരിക്കുകയാണ്. അവര് ഈ തോളിൽ നിന്നും ഒക്കെ വിടുന്ന ആ മിസൈൽ ഉണ്ടല്ലോ, വിമാനവേദ മിസൈലുകൾ, അത് കൊടുത്തത് അമേരിക്കയാണ്. അതിനുശേഷമാണ് റഷ്യ അവിടെ കിടന്ന് വെള്ളം കുടിക്കുന്നത്. 15,000 പേരാണ് കൊല്ലപ്പെടുന്നത്. 15,000 പേര്. അതിന് എത്രയോ ഇരട്ടി ഇപ്പൊ യുക്രൈനിൽ കൊല്ലപ്പെട്ടു, അത് വേറെ കാര്യം. അപ്പൊ സ്വാഭാവികമായിട്ടും, പക്ഷെ അത് എന്തിനാണ് അമേരിക്ക ചെയ്തതെന്ന് ചോദിച്ചാൽ, അമേരിക്കയെ വിയറ്റ്നാമിൽ നിന്ന് അപമാനിതമായി ഇതായിട്ട് പുറത്താക്കിയതിന്റെ റിവെഞ്ചാണ് അമേരിക്ക അവിടെ ചെയ്തത്. ഇതെല്ലാം തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ശീതസമരത്ത് നടന്നു. അപ്പൊ താങ്കൾ പറഞ്ഞതിനകത്ത് പോകുന്നുണ്ട്, കുറെ നേരം ഇത് അമർത്തപ്പെട്ടു നിന്നു. അപ്പോൾ ഈ ഭീകരവാദം ഇല്ലായിരുന്നു. സോവിയറ്റ് യൂണിയൻ പോയി, ആ പ്ലേസ് ഇസ്ലാം വരുന്നു. പിന്നെ എണ്ണ, പണം എല്ലാം കൂടെ വരുമ്പോൾ അതൊരു മാറ്റം തന്നെയാണ്. അതിലൊരു ഘടകം സോവിയറ്റ് യൂണിയന്റെ പതനമായിരുന്നു. അതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. താങ്കൾ പറഞ്ഞ വാദം, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും ഉണ്ട്. അവിടെ ഇസ്ലാമിക തീവ്രവാദം അങ്ങനെ അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല. പക്ഷേ അതെങ്ങനെയാണ് അവിടെ തടയുന്നത് എന്നുള്ളത് ബലപ്രയോഗത്തിലൂടെയാണ് എന്നുള്ളതാണ്. അങ്ങനെ ആകരുത് മതം പരിഷ്കരിക്കപ്പെടേണ്ടതെന്നാണ് നമ്മുടെ വാദം. നമ്മൾ പരിഷ്കരണ സമ്മർദ്ദം ചെലുത്തുന്നത് ബയണറ്റ് വെച്ചും ബോംബ് വെച്ചുകൊണ്ടും അല്ലെങ്കിൽ അവർക്ക് ഫാസ്റ്റിംഗ് നിരോധിച്ചുകൊണ്ടും അവരെ പിടിച്ച് ജയിലിലിട്ട് പഠിപ്പിച്ചുകൊണ്ടൊന്നും അല്ല. അതിനൊന്നും ശാശ്വതമായൊരു ഫലം ഉണ്ടാവില്ല എന്നാണ് ഞാൻ കാണുന്നത്. പക്ഷെ വസ്തുതാപരമായി താങ്കൾ പറഞ്ഞത് ശരി. മാഷിൻ്റെ ഈ ടൈറ്റിലിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊരു പ്രചാരണം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനെ സമ്മർദ്ദത്തിലാക്കാനും അതുവഴി BJPയെ സഹായിക്കാനുമാണെന്നുള്ളൊരു പറച്ചിലുണ്ടായിരുന്നു. അതിനുള്ള മറുപടി എന്താണ് മാഷിൻ്റെ? ഞാൻ പറഞ്ഞല്ലോ, അതിന് നേരെ തിരിച്ച് ഇസ്ലാം ഇടത് എന്നാൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ ഞങ്ങളെ കൂടുതൽ ചേർത്ത് പിടിച്ച് കൂടുതൽ വോട്ട് തരും എന്ന് പറഞ്ഞ് സന്തോഷിച്ച് എനിക്ക് മെസ്സേജ് അയച്ചവരുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയല്ലേ, ഇടത് നമ്മുടെ ആൾക്കാരാണ് ഇടത് എന്നല്ലേ അവർക്ക് തോന്നുക. അവരതിനായിട്ടല്ലേ പണിയെടുക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കുമ്പോൾ അവരുടെ നേട്ടങ്ങളെ കൂടുതൽ അല്ലെ ശ്രമങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്നു എന്ന് കണ്ടവരുണ്ട്. അങ്ങനെയുള്ളവർ എന്നോട് എനിക്ക് അഭിനന്ദന മെസ്സേജുകൾ വായിച്ചു. ഇതാണ് കറക്റ്റ്, അങ്ങനെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം, ഞാൻ അയച്ചു തരാം ഞാൻ. അപ്പോൾ തിരിച്ചുള്ളത് സ്വാഭാവികമായിട്ടും ഇടത് ഇസ്ലാം എന്ന് പറയുമ്പോൾ ആർക്കാണ് ഇവിടെ പ്രശ്നമുള്ളത്? ഇസ്ലാമിസ്റ്റുകൾക്കാണോ? ഞങ്ങൾ ഇടതിനോട് കയറി താരതമ്യപ്പെടുത്തി എന്ന് പറഞ്ഞ് ഇസ്ലാമിസ്റ്റുകളാണോ കുരുവംശജരായത്, അതോ ഇസ്ലാമിനോട് ഞങ്ങളെ താരതമ്യപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് സോക്കോൾഡ് ഇടതുകാരാണോ? ആർക്കാണ് പ്രശ്നം? ഇപ്പോൾ ഒരു ബന്ധം ആരോപിക്കുമ്പോൾ ഒരു കൂട്ടർക്കാരിക്കലും അല്ലേ? അത് ആരായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും പിടി കിട്ടുന്നില്ല. ആണോ? ആലപ്പുഴയിൽ വോട്ട് കൂടി. ആർക്ക് വോട്ട് കൂടി? അത് വോട്ടൊക്കെ നിങ്ങൾ അറിഞ്ഞോ? നമസ്കാരം സാറേ, സാറിൻ്റെ ഈ പ്രഭാഷണം കേട്ടു. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. ഇപ്പോൾ നമ്മുടെ ജമ്മു കാശ്മീരിലെ പണ്ഡിറ്റുകളെ 90-ന്റെ അവസാനത്തോടെ അടിച്ചോടിച്ചു. അതുമാത്രമല്ല, ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്തു അവർ ആ രാജ്യത്തുള്ള. പക്ഷേ അവരോടൊന്നും തന്നെ ഇവിടുത്തെ ഒരു ഇടതുപക്ഷ സോഫ്റ്റ് കോർണർ കാണുന്നില്ല. അതേസമയം മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുമ്പോൾ അവർ കരയുന്നു. അതുമാത്രമല്ല, സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റപ്പോഴും അവർ അനുഭവം കാണിക്കുന്നു. അതെന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടാകുന്നത്? രണ്ടാമതൊരു ചോദ്യം ഇതാണ്. 2 കേസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ 34 കോടി രൂപ പിരിച്ചുകൊണ്ട് ഒരു പേരോർക്കുന്നില്ല രക്ഷിക്കാനായിട്ട് എല്ലാവരും ചാടിയിറങ്ങി 34 കോടി രൂപയല്ല അതിലും കൂടുതൽ പിരിച്ചു, വളരെ പെട്ടെന്ന് കൊണ്ടുപോയി. അത് ആ വ്യക്തി അറിയാതെ ചെയ്ത ഒരു തെറ്റിൻ്റെ ഭാഗമായിട്ടാണ് അയാൾക്ക് വധശിക്ഷ വിധിച്ചത് എന്നാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. ഇതേപോലെ വേറൊരു സാഹചര്യത്തിലാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന ലേഡി. ആ ലേഡിയും ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഒരു കുറ്റകൃത്യത്തിൽ വന്നത്. പക്ഷേ 1.5 കോടി രൂപ പിരിച്ച് കിട്ടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നാണ് അറിയുന്നത്. തന്നെയുമല്ല, ഇതിനു വേണ്ടി പിരിവെടുത്ത ബോബി ചെമ്മണ്ണൂർ പറയുന്നത് ഇനി എനിക്ക് ആ കേസ് പഠിക്കാനുള്ളതെന്നാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഡിസ്പാരിറ്റി? രണ്ടും ഒരു അവിചാരിതമായ സാഹചര്യത്തിലുണ്ടായ കുറ്റകൃത്യമാണ്. രണ്ടിലും ഇരയായത് മുസ്ലിം പൗരന്മാരാണ്. രണ്ടിലും 2 വ്യത്യസ്ത മതക്കാരാണ്. എന്തുകൊണ്ടാണ് ഈ ഡിസ്പാരിറ്റി ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന് അവരോടൊരു അല്ലെങ്കിൽ നിമിഷപ്രിയോടൊരു താല്പര്യം തോന്നാത്തത്? എനിക്ക് പലപ്പോഴും ചർച്ച കാണുമ്പോൾ തോന്നാറുണ്ട്, ഇവരൊരിക്കലും അവരുടെ അനുഭവം കാണിച്ചുകൊണ്ട് ഒരിക്കലും സംസാരിക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന് പറയാം. അതിനുത്തരമാണ് ഇന്നത്തെ പ്രോഗ്രാം. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ തന്നെ. കാരണം സത്യം, വസ്തുത, ഫാക്റ്റ്, ട്രൂത്ത് ഇതൊന്നും അല്ല നമ്മൾ നോക്കുന്നത്. നമ്മളെ ഒരു അജണ്ടയുടെ മേളിൽ, ഒരു സിലബസിൻ്റെ മേളിലാണ് ഇത് നോക്കുന്നത്. ഒരു അലയൻസ് ആണ്, ഒരു അൺഹോളി അലയൻസ്, റോക്സി മൊറോണിക് ആയിട്ടുള്ള ഒരു അലയൻസ് ആണ്. അതുകൊണ്ടാണ് ഈ ചില കാര്യങ്ങളിൽ നിങ്ങൾ വിട്ടുകളയുന്നു, ചില കാര്യങ്ങൾക്ക് നേരെ നിങ്ങൾ മുഖം തിരിക്കുന്നു. തുല്യ പരിഗണന അർഹിക്കുന്ന മറ്റ് കാര്യങ്ങൾ അവിടെ മാറ്റിവെക്കപ്പെടുന്നു, മതപരമായി പോകുന്നു, കമ്മ്യൂണലായിട്ട് പോകുന്നു. അതാണ് ഇടത്. എന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഒറ്റ വാക്കിൽ നിങ്ങളുടെ ആ നീണ്ട ചോദ്യത്തിന് ഉത്തരവുണ്ട്. അങ്ങനെയാണ് ഇവിടെ, അങ്ങനെയാണ് എന്നുള്ളത് മാറേണ്ടുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ഈ പറഞ്ഞണം, നിമിഷപ്രിയ ആയാലും മറ്റേ ആളായാലും എല്ലാം ഒരേ പരിഗണനയായിരിക്കണം. ഇവർ തമ്മിലെ കുറ്റങ്ങളൊക്കെ വ്യത്യാസമുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും ഒരു കാര്യം ചോദിക്കുക, ഈ മലയാളികളെ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തു, അത്രയും പൈസ കോൺട്രിബ്യൂട്ട് ചെയ്തു, അതാണ് എല്ലാവരും എടുത്ത് കാണിച്ചത്. അത് നല്ല കാര്യമാണ്. ഒരാളെ വീട്ടിൽ കൊണ്ടുവരിക, അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു, എനിക്കതിനോട് യാതൊരു വിയോജിപ്പില്ല. പക്ഷെ അതിനകത്ത് ആ കേസിനകത്തൊരു ഭയങ്കര അനീതി നമുക്ക് കാണാൻ കഴിയും. അതായത് ഇൻറ്റൻഷനോട് കൂടി അല്ലാതെ നടത്തിയ, മനഃപൂർവ്വം അല്ലാത്ത ഒരു മരണം, അതിന് കാരണക്കാരനായ ഒരു വ്യക്തിയെ 18-20 കൊല്ലം ജയിലിൽ അടച്ചതിന് ശേഷമാണ് ഈ പറയുന്ന തുക എന്ന് പറയുന്നത്. അത് ഒന്നാമത് ഈ പണം കൊടുത്ത് കുറ്റമില്ലാതാക്കുക എന്ന് പറയുന്നത് തന്നെ പ്രാകൃതമായ ഒരു ഹമ്മൂറാബി കോഡൊക്കെ പോലെയാണ്. ഇന്നാർക്ക് ക്ഷമിക്കാൻ കഴിയും? ഇതിൻ്റെ നമ്മുടെ ആധുനിക നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം എന്താണ്? ഇപ്പം നമ്മളിവിടെ ഇതിലേക്കൂടെ ഒരു ഭിക്ഷക്കാരൻ പോവുകയാണ്, ആരും അല്ല, പേരും ഊരും ഒന്നുമില്ല, നിങ്ങളുടെ വണ്ടി തട്ടി, അയാൾ വീണു, കുറച്ച് കഴിഞ്ഞ് മരിച്ചുപോയി, അയാൾക്ക് ഒരു അഡ്രസ്സും ഇല്ല. പക്ഷേ നിങ്ങൾക്ക്
കൊലപാതകത്തിന് നിങ്ങൾക്ക് വരെ ശിക്ഷ വരും. എന്താ കാര്യം? ആർക്കാ പരാതി? അവരെ ബന്ധുക്കളാ? സ്റ്റേറ്റാണ്. സ്റ്റേറ്റിന് പരാതിയുണ്ട്. സ്റ്റേറ്റിന് പരാതിയുണ്ട്. ഇവിടെ ബന്ധുക്കൾ ആ കുറ്റം നള്ളിഫൈ ചെയ്യാണ്. അച്ഛൻ പറയാണ് ഞാൻ ക്ഷമിച്ചു. ഒരാൾ വ്യക്തിപരമായി ക്ഷമിക്കുമ്പോൾ ആ കുറ്റം ഇല്ലാതാവൂ. അത് തന്നെ പ്രാകൃതമല്ലേ? അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. പിന്നെ അയാൾക്ക് നേരിടേണ്ടുന്ന അന്യൻ്റെ ഇന്റൻഷനോടുകൂടി അല്ലാത്തൊരു കൊലപാതകം, അതിനെക്കുറിച്ച് സംസാരമില്ല. 18 വർഷം കിടക്കേണ്ടി വന്നു. ഇത്ര ഹ്യൂജായിട്ടുള്ള എമൗണ്ട് കെട്ടിവെക്കേണ്ടി വരുന്നു. സോ ദീസ് ആർ ഓൾ, ഇതൊക്കെ വളരെ എന്താ പറയുക, വിചിത്രവും പ്രാകൃതവുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ രണ്ടു കൂട്ടരുടെയും കാര്യത്തിൽ വന്നാൽ, ഞാൻ ഈ പറയുന്ന നിമിഷപ്രിയയുടെ കാര്യത്തിലാണെങ്കിലും അത് പിന്നെ കുറച്ചൊരു ക്രൈം തന്നെയാണെന്ന് തോന്നുന്നു, ഒരു ഹോമിസൈഡ് തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും അതിൻ്റെ ആ ഒരു ശിക്ഷാരി അതിനെയൊക്കെ പുകഴ്ത്തുകയാണ്. മലയാളികൾ പൈസ കൊടുക്കും. മലയാളികൾ മാത്രമല്ല, ഒരുപാട് സംഭവങ്ങളിൽ നമ്മളിങ്ങനെ സ്വയം ഇങ്ങനെ പറയുമല്ലോ, പ്രളയം വന്നപ്പോൾ ഒന്നിച്ചു നിന്നു മലയാളികൾ. പ്രളയമൊക്കെ വരുമ്പോൾ ലോകത്ത് എല്ലാ ജനതയും ഒന്നിച്ചിരിക്കാറുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, പ്രളയം വരുമ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ജനതകളൊന്നും ലോകത്തൊന്നുമില്ല. ഒരു ദുരന്തം വരുമ്പോഴും പ്രശ്നം വരുമ്പോഴും ഒക്കെ ഈവൻ നിങ്ങളൊരു ഫ്ലാറ്റിൽ നിൽക്കട്ടെ, പരസ്പരം കാണാത്ത ആളുകളായിരിക്കും. പെട്ടെന്നൊരു പ്രശ്നം വരികയാണ്, ലിഫ്റ്റ് പോയി, അതെല്ലാം കൂടെ എല്ലാവരും കൂടെ അന്ന് ചേർന്ന്, ഓ നിങ്ങൾ ഈ ഫ്ലാറ്റിലായിരുന്നോ? ഞാൻ ഈ ഫ്ലാറ്റിൽ എത്ര വർഷമായി? 5 വർഷമായി. ഒന്നിക്കും. അതിനകത്തുള്ളതാണ്. ഓക്കെ, നമ്മളങ്ങ് സ്വയം വീർപ്പിക്കുകയാണ്, അത്രേ ഉള്ളൂ. സാർ നമസ്കാരം. സാർ ആദ്യമായിട്ട് കാണുകയാണ്, അതിന് സന്തോഷമുണ്ട്. സാറിനെ കാണുമ്പോൾ ചോദിക്കുന്ന വിചാരിച്ച 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഈ ഔട്ട് ഓഫ് സിലബസ് ആണ്. ഒന്ന്, സാറിൻ്റെ പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ട്. സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓക്സിജൻ കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഫ്രീഡം ആണെന്ന്. അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം, ഫുഡും അക്കോമഡേഷനും ക്ലോത്തിങ്ങും അതെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ലേ? അതൊരു എന്താ പറയുക, മെറ്റഫോറിക് ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രക്തം ജലത്തേക്കാൾ കട്ടിയുള്ളതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സാന്ദ്രതയല്ല ഉദ്ദേശിക്കുന്നത്, ഒരു മോളിക്യൂളിൽ എത്ര ആറ്റങ്ങളുണ്ട് എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് രക്തബന്ധത്തിന് മറ്റുള്ള ബന്ധങ്ങളെക്കാൾ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. മെറ്റഫോറിക്കലായിട്ട് ആണ് പറയുന്നത്. ഓക്സിജൻ കഴിഞ്ഞാൽ പിന്നെ വേണ്ട ഫ്രീഡം ആണ് എന്നുള്ളത് ആക്ച്വലി അത് വസ്തുതാപരമായി നോക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഓക്സിജൻ കഴിഞ്ഞാൽ പിന്നെ ഫ്രീഡം അങ്ങനെ അല്ലല്ലോ. ഓക്സിജൻ കഴിഞ്ഞാൽ പിന്നെ ആഹാരം, വസ്ത്രമൊക്കെ വേണം. നമ്മൾ ആ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം, പരമപ്രാധാന്യം എടുത്തു പറയാനായിട്ട് നടത്തുന്ന ആലങ്കാരികമായ ഒരു പ്രയോഗം മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഒരു ചോദ്യം കൂടി, ഇതും ഔട്ട് ഓഫ് സിലബസ് ആണ്. നമ്മുടെ ഈ GDP എന്ന് പറയുന്ന സംഭവത്തിൽ ഇപ്പോൾ സാധാരണ മനസ്സിലാക്കുന്നത്, നമ്മളൊരു കുടുംബത്തിൽ ഫാമിലി ഇപ്പോൾ വൈഫും ഹസ്ബൻഡും കൂടി ബിസിനസ് ചെയ്താൽ അവരുടെ ഇൻകം കയറുന്നില്ല. നമ്മൾ പുറമേക്ക് ചെയ്യണം. നമ്മുടെ പുറം ആൾക്കാരുമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ഇൻകം വർദ്ധിക്കുന്നത്. അതുപോലെ രാജ്യത്തിൻ്റെ GDPയും ഉയരുന്നത് എനിക്ക് തോന്നുന്നത് പുറം രാജ്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ ബിസിനസ്സും ട്രേഡൊക്കെ ചെയ്യുമ്പോഴാണല്ലോ. അല്ലാണ്ട് ഇൻറ്റേർണൽ നമ്മുടെ രാജ്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ രാജ്യത്തിൻ്റെ മൊത്തം കയറുന്നില്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വേൾഡ് GDP എങ്ങനെയാണ് കൂടുക? കാരണം നമ്മൾ വേറെ പുറമെ ലോകം മുഴുവനും 1000 വർഷം മുമ്പും ഇപ്പോഴൊക്കെ ഒരേപോലെയല്ലേ? ഇപ്പം ഈ സമ്പത്ത് എങ്ങനെയാണ് വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ മൊത്തം? ഇന്ത്യയുടെ അല്ല, എൻറ്റയർ വേൾഡ് അതാണ് ഇത്. ഈ GDP കാൽക്കുലേഷൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. എക്കണോമിക്സിലൊരു എസ്സേ തന്നെയാണ് GDP എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സർവീസ് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഈ കമ്പോളത്തിലെത്തുന്ന സാധനങ്ങളാണ് കൗണ്ടബിൾ ആയിട്ടുള്ള സാധനം. നിങ്ങളിപ്പോൾ ഒരു 2 ചീനി മരച്ചീനി വെച്ച് നിങ്ങൾ തന്നെ തിന്നു കഴിഞ്ഞാൽ കമ്പോളം അറിയുന്നില്ലെങ്കിൽ കണക്കിൽ വരുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരാഴ്ച പിന്നെ ഒരു പ്രശ്നമില്ലാതെ ജീവിച്ച് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ കഴിച്ചിട്ടുണ്ടെന്ന് വ്യക്തമല്ലേ? ഇപ്പോൾ ഒരാളുടെ ഇപ്പോൾ പല കണക്കുകളുണ്ട്. സപ്ലൈ സൈഡിൽ നിന്നും ഡിമാൻഡ് സൈഡിൽ നിന്നും ഒക്കെ കണക്കെടുക്കാൻ കഴിയും. ഇപ്പോൾ ബാങ്ക് ട്രാൻസാക്ഷൻ വഴി, പിന്നെ അതല്ല എക്സ്പോർട്ട് ഇമ്പോർട്ട്, അങ്ങനെ കുറേ കണക്കുകളിൽ നിന്നാണ് നമ്മൾ ശരിക്കും ഇത് ഗ്രോത്ത് റേറ്റ് അടിസ്ഥാനത്തിലാണ് നമ്മളിത് കൂടുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് 10 വിമാനത്താവളങ്ങളാണ് ഒരു രാജ്യത്തുണ്ടായിരുന്നത്. 10 വർഷം കഴിഞ്ഞത് 100ആയി. അപ്പോൾ എന്തായാലും സമ്പത്ത് വർദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ അതിനുപയോഗിക്കുന്ന റബ്ബർ, അതിനുപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അവിടെ എല്ലാം നിർമ്മാണം നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ഒരു എയർപോർട്ട് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ 10 ഇരട്ടി എയർപോർട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ജോലി ഉണ്ടാകുമ്പം ശമ്പളം ഉണ്ടാകും. ശമ്പളം കൊണ്ട് പലരും പോയി പലതും ചെയ്തിട്ടുണ്ടാവാം. അവർക്ക് തുണി, ഔഷധം, ഒരുപാട് കാര്യങ്ങളിലേക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകും. അപ്പം ഈ സമ്പത്ത് വളരുന്നു എന്നുള്ള തെളിവുണ്ടല്ലോ. സമ്പത്ത് സ്റ്റാഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഒരു 30 വർഷത്തിന് മുമ്പ് ഇവിടെ എത്ര വീടുകളിൽ കാറുണ്ടായിരുന്നു?
നമ്മളൊന്നും കാറിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ലെന്ന്. നോ വേ വി തിങ്ക് അബൌട്ട് കാസ്. അല്ലെ, ബസ്സാണെന്ന്, ബസ്സിനകത്ത് ഇടി. ഞാൻ ബസ്സിൽ കയറിയിട്ട് എത്ര വർഷമായെന്നറിയോ? ബസ്സിൽ എങ്ങനെയാണെന്ന് പോലും ഇപ്പോൾ മിനിമം ടിക്കറ്റ് എത്രയാണെന്ന് നോക്കി ചോദിച്ചാൽ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അതേസമയം ഞാൻ വണ്ടിയുടെ പുറകെ കിടന്ന് ഓടിയിട്ടുണ്ട്. 30 പൈസ 10 പൈസ തൊട്ട് ഉള്ള ടിക്കറ്റ് എടുത്ത് പോയിട്ടുണ്ട്. ഡ്രൈവറുടെ അടുത്ത് പോയി, എഞ്ചിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കൂടുതൽ മെറ്റീരിയലായിട്ട് പ്രോസ്പെറിറ്റി ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പുറം രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നുള്ള അവസ്ഥ. ഇപ്പം ഇന്ത്യൻ സ്റ്റുഡൻസിന് പുറത്ത് പോകാം. ഇപ്പോൾ പുറത്ത് പോകുന്നതാണ് പ്രശ്നം. പണ്ട് പുറത്ത് പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എങ്ങോട്ട് പോകാനാണ്? നമ്മൾ പല രീതിയിൽ വികസിക്കുന്നുണ്ട്, വളരുന്നുണ്ട്. ആ വളരുന്നതാണ് ശരിക്കും നമ്മുടെ സമ്പത്തിൻ്റെ വലിപ്പം. അതിന് ഒരു എക്കണോമിക്കൽ എസ്റ്റിമേറ്റ് ആണ്. GDP കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു കണക്കൊന്നുമല്ല, അതൊരു എസ്റ്റിമേറ്റ് ആണ്. ആ എസ്റ്റിമേറ്റ് അനുസരിച്ച് ഇപ്പോൾ ഇന്ത്യയുടെ 3.9 ട്രില്യൺ നോമിനൽ GDP ഉണ്ട്. പക്ഷേ PPP ഉണ്ട്, പർച്ചേസിംഗ് പവർ പാരിറ്റി. അതനുസരിച്ച് 12 ട്രില്യണോളം വരും ഇന്ത്യയുടെ GDP. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ നമ്മളുടെ ഡോളർ വെച്ച് നോക്കുമ്പോൾ എന്താ അറിയോ, ഈ അമേരിക്കൻ ഡോളറിൽ കണക്കെടുക്കുമ്പോഴാണ് ഈ നോമിനൽ ആയിട്ടുള്ള ഇത് വരുന്നത്. അതേസമയം ഇപ്പോൾ ഉദാഹരണമായിട്ട് $1 എന്ന് പറയുന്നത് 85 രൂപയാണെന്ന് ഇരിക്കട്ടെ. 85 രൂപയ്ക്ക് ഇവിടെ കിട്ടുന്ന സാധനങ്ങളും സേവനങ്ങളും $1 അമേരിക്ക കിട്ടത്തില്ല. മനസ്സിലായ? പക്ഷെ ആ $1 ഇവിടെ കൊണ്ടുവന്നിട്ട് മാറി 85 രൂപയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കഴിയാനുള്ളത് അത് മതി. അവിടെ പക്ഷെ ഒരു ദിവസം $1 കൊണ്ട് കഴിയാൻ പറ്റത്തില്ല. പർച്ചേസിങ് ആ നമ്മുടെ ഇന്ത്യൻ രൂപ വെച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയുന്ന സാധനങ്ങളും സേവനങ്ങളും അതേ തുല്യ തുകയ്ക്ക് അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയുന്ന സാധനങ്ങളും സേവനങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ അമേരിക്കയുടെ GDP എന്ന് പറഞ്ഞാൽ 28 ട്രില്യനാണ്. നോമിനൽ GDP 28 ട്രില്യനാണ്. PPP 28 ട്രില്യനാണ്. യാതൊരു വ്യത്യാസമില്ല. കാര്യം ഡോളറാണ് അതിന്റെ അടിസ്ഥാനം. ഇപ്പോൾ ഇസ്രായേലിലേക്ക് വന്നു കഴിഞ്ഞാൽ 540 ബില്യണാണ് അമേരിക്കൻ ഡോളറാണ് അവരുടെ നോമിനൽ GDP എങ്കിൽ, ഏതാണ്ട് 530 അവരുടെ നോമിനൽ എങ്കിൽ, ഏതാണ്ട് 545 അവരുടെ PPP. കാരണം വെച്ചാൽ അത് ഏതാണ്ട് പാരിറ്റി ലെവലിൽ പോകുന്ന ഒരു റിച്ച് കൺട്രിയാണ് ഇസ്രായേൽ. ഏഷ്യയിലെ തന്നെ 3ാമത്തെ റിച്ച് കൺട്രിയാണ് ഇസ്രായേൽ. അവർ $55,000 അവിടെ പ്രതിശീർഷ വരുമാനം. അപ്പോൾ അതുകൊണ്ട് നോമിനൽ GDPയും പിന്നെ PPPയും തമ്മിൽ വലിയ വ്യത്യാസം. പക്ഷേ ഇന്ത്യയിൽ ഭയങ്കര വ്യത്യാസമാണ്. ഇന്ത്യയുടെ PPP എന്ന് പറയുന്നത് ഇന്ത്യൻ നോമിനൽ GDPയുടെ ഏതാണ്ട് 3 ഇരട്ടിയോളം വരും. കാരണം ഇവിടെ ഒരുപാട് കുറച്ച് പൈസ കൊണ്ട് ഒരുപാട് ജീവിക്കാം. നമുക്ക് കുറച്ച് എന്താ പറയുക, ഊണിനൊക്കെ കിട്ടുന്ന അപ്പോൾ $1 കൊണ്ട് നമുക്കൊരു ഊണ് കഴിക്കാം ഇവിടെ. പക്ഷെ ആ ഒരു ഊണ് അമേരിക്ക കഴിക്കണമെങ്കിൽ നമ്മൾ $5 $10 കൊടുക്കേണ്ടി വരും, പൊരിച്ച മീനൊക്കെ സഹിതം കിട്ടണമെങ്കിൽ. അതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് GDP ഏതെടുക്കണം എന്നുള്ള കാര്യത്തിലും നിങ്ങൾ PPP അടിച്ചു നോക്കിയാൽ മതി. 4 ട്രില്യൺ ആവാൻ പോവുകയാണ് ഇന്ത്യ. ഇടയ്ക്ക് 4 ട്രില്യൺ ആയെന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. ബട്ട് വി ആർ ഓൾമോസ്റ്റ് ദെയർ. നമ്മൾ 2028 ആകുമ്പോൾ 5 ട്രില്യണിലാവും. അപ്പോൾ നമ്മൾ ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാവും നോമിനൽ GDP. അതേസമയം നമ്മുടെ PPP അപ്പോഴത്തേക്ക് ഒരു 15 അല്ലെങ്കിൽ 14 ട്രില്യനൊക്കെ ആവും. വേൾഡിന്റെ ഇത് കൂട്ടിയാണ്, ഇതെല്ലാം ഡോളറിൽ കൂട്ടിയാണ് വേൾഡിന്റെ GDP എടുക്കുന്നത്. അതെ, ഇപ്പോൾ വേൾഡ് GDP ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 300 ട്രില്യനൊക്കെ ആയിരിക്കും ഒരു പക്ഷേ. അത് 28 ട്രില്യനാണ് അമേരിക്കയുടേത്, 18 ട്രില്യനാണ് ചൈനയുടേത്, 4 സംതിങ് ആണ് ജപ്പാന്റെയും, 4.5 ജർമ്മനി, 3.9 ഇന്ത്യ, പിന്നെ 3.4 UK. ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണ്. ബാക്കി 1 ട്രില്യന് താഴെയുള്ള എക്കോണമീസ് ഒരുപാടുണ്ട്. ഇപ്പൊ ഇറാന്റെ എക്കോണമിയൊക്കെ നോമിനൽ എടുത്തു കഴിഞ്ഞാൽ 1 ട്രില്യന് താഴെയാണ്. പാകിസ്ഥാന് 360 ഉള്ളൂ. ബംഗ്ലാദേശ് 442. 1 ട്രില്യൻ ഇല്ല. 1000 എന്നെങ്കിൽ 1 ട്രില്യൻ ആവും. ബില്യൺസ് ആണ്. ഇത് കണക്കുകളാണ്, പല കണക്കുകളുണ്ട്. പക്ഷെ നമുക്കൊരു ഏകദേശ ചിത്രം കിട്ടും. ലോകം വളരുകയാണ്, ഭയങ്കരമായിട്ട് വളരുക. ഞാനൊരു ലൈവ് നടത്തിയിട്ടുണ്ട്. മറ്റേ ആ മിലയുടെ ഒരു ലൈവിനകത്ത് പുള്ളി ഒരു പ്രസംഗം നടത്തിയിട്ടായിരുന്നു. അവിടെ ഡാവോസിൽ പോയി. ആ പ്രസംഗത്തിൻ്റെ ഒരു ലൈവ് ഉണ്ട്. 20 മിനിറ്റ് പ്രസംഗമേ ഉള്ളൂ. അവിടെ എങ്ങനെയാണ് ലോകത്തിൻ്റെ GDP കഴിഞ്ഞ 100 വർഷം കൊണ്ട് വളർന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഈ സമ്പത്തൊക്കെ ഉണ്ടായി അടുത്തിടെയാണ് എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് മനസ്സിലാവുന്നത്. ഒരു ആദ്യത്തെ 12,000 വർഷം മനുഷ്യൻ വെറുതെ ജീവിക്കായിരുന്നു, വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കുതിച്ച് ജനസംഖ്യ അങ്ങനെയല്ലേ. 1819 വരെ 100 കോടി താഴെയാണ് ലോകത്തിൻ്റെ ജനസംഖ്യ. 1819
അത് കഴിഞ്ഞിട്ടാണ് 1924 200, 69 300, 80 400, 90 500, 2006 ആകുമ്പോൾ 600, 2011 12 ആകുമ്പോൾ 700, ഇപ്പോൾ 800 കോടി. കഴിഞ്ഞ 200 വർഷം കൊണ്ടാണ് 7 ഇരട്ടി വർധനവ്. വെറും 200 വർഷം കൊണ്ട്. പക്ഷെ അവരെല്ലാം ജീവിക്കുന്നു എന്നുള്ളത് തന്നെ സമ്പത്ത് അതനുസരിച്ച് 10 ഇരട്ടിയെങ്കിലും വർദ്ധിച്ചെങ്കിലേ ഈ 7 ഇരട്ടിയുള്ളൊരു. ഇന്ന് പട്ടിണി കുറവാ. ഇന്ന് 5% ഉള്ളു ലോകത്ത് പട്ടിണി സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട്. പക്ഷെ ഒരു 150 വർഷത്തിന് മുമ്പ് 90% പട്ടിണി. കണക്കാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ആഹാരം ഇല്ലാതെ വയറുമായിട്ട് ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ സംഘടിപ്പിക്കാൻ നമ്മുടെ മുൻഗാമികൾക്ക് കഴിയുമായിരുന്നു. ഒരു നേരത്തെ ആഹാരം ഇല്ലാത്ത ഒരു അവസ്ഥയൊക്കെ എനിക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു സാധാരണ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചാണ്. അല്ലേ? റേഷൻ കടയിൽ അരി വരുമ്പോൾ ഓടി ചെന്ന് വാങ്ങിക്കുന്ന ഒരു മണ്ണെണ്ണ കിട്ടാതെ വരുമ്പോൾ കടം വാങ്ങിക്കുന്ന ഓർമ്മയുണ്ടതൊക്കെ. അയൽപക്കത്ത് നിന്ന് കടുകും ജീരകവും ഒക്കെ പോയി വാങ്ങിക്കുന്നു, പാല് വാങ്ങിക്കുന്നു. ഇന്നിപ്പോൾ കടയിൽ പറ്റ്. ഇത് അങ്ങനെ ഒരു കാലഘട്ടം. നിങ്ങളൊരു 10-15 വർഷം പോട്ടെ, ഒരു 30 വർഷത്തിന് മുമ്പുള്ള ഒരു തലമുറയോട് ചോദിച്ചു എന്ത് ദാരിദ്ര്യമായിരുന്നു അത്. എനിക്ക് ഓർമ്മയുള്ള എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആദ്യം റേഡിയോ വന്നതാണ്. അച്ഛൻ റേഡിയോ കൊണ്ടുവന്ന് വെച്ചിട്ട് കുളിക്കാൻ പോയി. എന്നാൽ ഞങ്ങൾ അതിന് ചുറ്റും ഞാനും ചേട്ടനൂടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇതെപ്പോൾ അപ്പം അച്ഛൻ തിരിച്ചു വരും, തുറക്കുന്നു, വാർത്ത കേൾക്കുന്നു. ആകാശവാണി, തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നിപ്പോൾ റേഡിയോ എന്ന് പറഞ്ഞാൽ എന്ത് റേഡിയോ? നമ്മുടെ മൊബൈലിൽ എന്താ ഇല്ലാത്തതെന്ന്. വളരുന്നില്ലേ? മെറ്റീരിയൽ ഗ്രോത്ത് ഉണ്ട്. മനുഷ്യൻ കൂടെ ആയുസ് കൂടുന്നു. നിങ്ങൾക്കറിയാം 1910 മുതൽ 21 വരെയുള്ള ട്രാവൻകൂറിലെ ആയുസ് എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെത് 25 വയസ്സാണ്. ഇന്നത് 75 ആയിരിക്കുന്നു. എങ്ങനെയാ? വൈദ്യം, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, അഗ്രികൾച്ചറൽ റവല്യൂഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ഇതെല്ലാം കൊണ്ടാണ് നമ്മളെങ്ങനെ ശരിക്കും ഇങ്ങനെ ഇതൊരു വെന്റിലേറ്ററാണ്. വെന്റിലേറ്റർ ലൈഫാണ് നമ്മുടെ. അല്ലെങ്കിൽ നമ്മുടെ രാജാക്കന്മാരെയൊക്കെ നോക്കൂ, പഴയ തിരുവിതാംകൂർ രാജാക്കന്മാർ എല്ലാം ചെറിയ പ്രായത്തിൽ അടിച്ചു പോവാണ്. സാധു ഇരുന്നാൾ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? ഇന്നത്തെ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ കൊണ്ടുപോയി പരിഹരിക്കാവുന്ന രോഗമായിരുന്നു അദ്ദേഹത്തിന് എന്നാണ് പറയപ്പെടുന്നത്. ക്ഷയമായിരിക്കും. വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്, അങ്ങ് അവതരിപ്പിച്ച വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ചോദിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്കൊരു ആദർശപരമായ നിലപാട് മാത്രമല്ലാതെ പ്രായോഗികമായ പല നിലപാടുകളും എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ അവർ നിലനിൽപ്പിൻ്റെ അസ്തിത്വത്തിന് വേണ്ടി പോരാടുന്ന, ചിഹ്നത്തിന് വേണ്ടി പോലും പോരാടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ മലബാർ പോലുള്ള പ്രദേശത്ത്, പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം പോലുള്ള പ്രദേശത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി വളരെ കരുത്തായി നിൽക്കുകയാണ്. അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ കേരള കോൺഗ്രസിനെ എങ്ങനെയാണോ തൻ്റെ പാളയത്തിലെത്തി കൊണ്ടുവന്ന് ഇല്ലാതാക്കി കളഞ്ഞത്, അതുപോലെ ഇസ്ലാമിക സംഘടിത ശക്തിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ആ രാഷ്ട്രീയ ശക്തി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ ഒരു നിലപാടാണ് എന്ന് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? പണ്ട് സഖാക്കന്മാർ അമ്പലത്തിൽ പോയൊരു കഥയുണ്ട്. RSSനെ പ്രതിരോധിക്കാനായിട്ടാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ സഖാക്കന്മാർ അമ്പലത്തിൽ പോയത്. അമ്പലത്തിൽ പോയി അവർ ചെവി പൂവും കുറിയൊക്കെ ആയിട്ട് നടക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അത് അടവ് നയമാണെന്ന് പറഞ്ഞു. അതിൻ്റെ പരിണതി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ സഖാക്കന്മാർ അമ്പലത്തിലെത്തിയോ അതോ കൂടുതൽ ഭക്തന്മാർ പാർട്ടിയിലെത്തിയോ എന്നുള്ളതായിരിക്കുള്ള 2 റിസൾട്ടാണ്. ആദ്യത്തേതാണ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എല്ലായിടത്തും. ഒന്നത്. 2, ഈ മലപ്പുറത്ത് മുസ്ലിം ലീഗിനെ തകർക്കാനോ കോട്ടയത്ത് കേരള കോൺഗ്രസിനെ തകർക്കാനോ ഒക്കെ ആയിട്ട് അവരെ കൂടെ ചേർന്ന് അല്ലെ അവരെ പിന്തുണച്ച് കഴിഞ്ഞാൽ അവരെ തകർക്കാം എന്ന് പറയുന്നത് ഓക്കെ, അങ്ങനെ ഒരു ആശയപരമായിട്ട്. പക്ഷെ അങ്ങനെ അല്ലല്ലോ യഥാർത്ഥത്തിൽ അവിടെ വരിക. അവിടെ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇടത് പക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം പൂർണ്ണമായി ഇല്ലാതാവുകയും നിങ്ങൾ മറ്റൊരാളാവുകയും നിങ്ങൾ ഇസ്ലാമിസ്റ്റ് ആവുകയും എന്നിട്ട് പിന്നെ നിങ്ങൾ എപ്പോഴാണ് തിരിച്ച് ഇടതുപക്ഷത്തിലേക്ക് തിരിച്ചു വരിക? When will you come back? Can you recover yourself after being completely lost? Your character and your content. How can you come back? നിങ്ങൾ അമ്പലത്തിലേക്ക് പോയ സഹാക്കന്മാർ കണക്കാണ്. അവിടെ നിന്നൊരു തിരിച്ചുവരവില്ല. കൂടുതൽ സഹാക്കന്മാർ അമ്പലത്തിലേക്ക് പോവുകയുള്ളൂ. അരെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. അരെ നിങ്ങളാകെ ഓക്കെ ഒരു സ്റ്റാൻസ് എടുക്കുന്നു. നിങ്ങൾ മതനിരപേക്ഷത,
പക്ഷെ നിങ്ങൾ ഇസ്ലാമിസ്റ്റാണ്. അത് തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുക? രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഇടത് കക്ഷികൾ സോക്കാള്. ഞാൻ ഇവിടുത്തെ ഇടത് പാർട്ടികൾ അതൊക്കെ ഇടതാണെന്നുള്ളൊരു വാദമേ എനിക്കില്ല കേട്ടോ. ഇവർ പറയുന്ന തെറിയൊന്നും ഞാൻ മൈൻഡ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം ഇവരെ ഇടതായിട്ടേ ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് വറിയുകയല്ല. ഇടത് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ മതേതരത്വം പറയുന്നു, സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ, ബട്ട് വാട്ട് യു ആർ ഡൂയിങ് ഈസ് അപ്പീസ്മെന്റ്. അപ്പീസ്മെന്റ് ആണ്. നിങ്ങൾ അഡിക്റ്റഡ് ആണ്, നിങ്ങൾ സ്ലേവ്സിനെ പോലെ പെരുമാറുന്നു, നിങ്ങൾ അത് ഭയന്ന് നടക്കുന്നു. അവരെന്ത് പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കുന്നു. യൂണിഫോം കൊണ്ടുവരുന്നു, അവർ പറയുന്നത് വേണ്ട. മതമില്ലാത്ത ജീവൻ കൊണ്ടുവരുന്നു, അവർ പറയുന്നത് വേണ്ട. എന്ത് പറഞ്ഞാലും അവർ പറഞ്ഞാൽ വേണ്ടെന്ന് പറയാം. അപ്പോൾ പിന്നെ യു ആർ സിംപ്ലി ഡിക്റ്റേറ്റ്. നിങ്ങളുടെ ചിപ്പ് മാറി, ഈ ചിപ്പൊന്ന് മാറി. അതാണ് പ്രശ്നം. അങ്ങനെ ഒരു റിക്കവറി നിങ്ങൾക്ക് ഉറപ്പുവരാൻ നൽകുമെങ്കിൽ നിങ്ങൾ പോയി ആരെയും തകർത്തിട്ട് വരും, എനിക്കൊരു പ്രശ്നമില്ല. ഇസ്ലാമിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂലി ഇസ്ലാം വാങ്ങിച്ചിരിക്കും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇറാനിയൻ വിപ്ലവം. ഇറാനിയൻ വിപ്ലവത്തിൽ അയത്തുള്ള ഖൊമൈനി വരുമ്പോൾ സ്വപ്നം കണ്ടവരാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ. 75,000 കമ്മ്യൂണിസ്റ്റുകളെയാണ് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ബാഷ്പീകരിച്ച് കളഞ്ഞത്. സദാം ഹുസൈന് വേണ്ടി ഇവിടെ ഹർത്താൽ നടത്തി. സദാം എന്താ ചെയ്തത്? അവിടുത്തെ സഹാക്കന്മാർക്ക് ഒരുക്കി കൊടുക്കുകയായിരുന്നു, വിസ അടിച്ചു കൊടുത്തു മേളിലോട്ട്. സ്വന്തം കുർദുകളുടെ മേളിൽ വിഷവാതകം തെളിച്ച മാന്യനാണ് സദാം. സദാം മരിച്ചപ്പോൾ ഇറാഖിലെ ആളുകൾ ആഹ്ലാദം കൊണ്ട് ചങ്കുപൊട്ടി മരിക്കുകയായിരുന്നു. പക്ഷേ കോഴിക്കോട്ടെ തെരുവുകൾ തേങ്ങുകയായിരുന്നു. സീ ദ ഡിഫറൻസ്. അവരെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും അല്ലേ? ഇദ്ദേഹത്തെ ഞങ്ങളാകെ സ്വസ്ഥവും സ്വൈര്യതയായിട്ട് ഇങ്ങനെ നിൽക്കുക കാണാം. വേറെയോ ഏതോ ഒരു ഗ്രഹത്തിൽ ഒരു കൂട്ടം ആളുകൾ കണ്ണീർ വാർക്കുന്നത്. എന്താ സദാം ഹർത്താൽ നടത്തി ഇവിടെ രാജ്യത്ത്. That's a huge difference, daylight difference. സദാം എന്ന് വീഴും എന്ന് ഉറപ്പായോ അന്ന് അദ്ദേഹം പുസ്തകം കയ്യിലെടുത്തു. സദാമിനെ ഖുറാനുമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സദാം ഹുസൈൻ മരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ചുറ്റും നിന്ന് ആളുകൾ ശപിക്കുകയാണ്. അയാൾ ഷിയ ഗാഡ്സ്, നീ നരകത്തിൽ പോകും എന്ന് പറഞ്ഞ് ശപിക്കുകയാണ്. എന്നിട്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അവർ പുറത്തിട്ട്. അപ്പോൾ ഈ സുന്നി ഖുറാൻ ആയിരിക്കുമല്ലോ, സുന്നി ഖുറാൻ എല്ലാവരും ഖുറാനേ ഉള്ളെന്ന് അവർ പറയുന്നത്. ആ സാധനം പുള്ളി കൈവച്ചിരിക്കുക. പുള്ളി അതിൻ്റെ ഒരു വലിയ ചാമ്പ്യനായിട്ട് മാറി. ഇവിടെ കേരളത്തിൽ കൂടുതലും സുന്നികളാണ്. ഏതാണ്ട് 1% പോലും കാണത്തില്ല ഷിയാസ്. ഇന്ത്യ മൊത്തം നോക്കിയാൽ ഒരു 10% കാണത്തും. അപ്പോൾ കംപ്ലീറ്റ്ലി കമ്മ്യൂണലിസം ആയിരുന്നു സദാം ഹുസൈൻ അവസാനം. ഈ ബാത്ത് പാർട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. പക്ഷേ അവർ വന്ന് ഇസ്ലാമിസ്റ്റ് ആയിക്കൊണ്ടേയിരുന്നു. മനസ്സിലായില്ലേ? ഏത് പരാജയപ്പെടുന്നവനും, ഏത് ക്രൈം നടത്തുന്നവനും, ഏത് അഴിമതിക്കാരനും അവസാനം മതത്തിൽ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ്. ഈ കുഞ്ഞാലിക്കുട്ടിയുടെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവസാനം ഒരു കേസ് വന്നപ്പോൾ പ്രവാചകനും ജീവിതത്തിൽ ഒരുപാട് വിഷമതകൾ നേരിടേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.